ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള പോമാണ്. ജോൺ മിൽട്ടൺ അല്ലെ, ജോൺ മിൽട്ടൺ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ എത്തുന്ന ഒരു എപ്പിക് പോം ഉണ്ട് അല്ലെ, an epic poem in blank verse. ഏതാണത്? പാരഡൈസ് ലോസ്റ്റ് ആണ്, isn't it? അപ്പം വളരെ പ്രസിദ്ധമായിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ് എഴുതിയ, പാരഡൈസ് റീഗെയിൻഡ് എഴുതിയ, ലിസിഡാസ് എഴുതിയ ജോൺ മിൽട്ടന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു പോമാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതമായി ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ഉള്ള ഒരു പെർട്ടിക്കുലർ പോമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിതൗട്ട് എനി ഡിലേ. ആദ്യം നമുക്ക് ജോൺ മിൽട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. ഹി വാസ് ബോൺ ഓൺ 9th December 1608 അറ്റ് ബ്രെഡ് സ്ട്രീറ്റ്, ലണ്ടൻ. ഓക്കെ, അപ്പം ബ്രെഡ് സ്ട്രീറ്റ് ലണ്ടനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 9th December 1608 ഓക്കെ, ഹി വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, പോളിമിസിസ്റ്റ്, സിവിൽ സെർവന്റ് അണ്ടർ ഒലിവർ ക്രോംവെൽ. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു, പോളിമിസിസ്റ്റ് ആയിരുന്നു. പോളിമിസിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ റിലിജൻ, പൊളിറ്റിക്സ് പോലെയുള്ള കാര്യങ്ങളിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വെർബൽ അതുപോലെ തന്നെ റിട്ടൺ അറ്റാക്സ് നടത്തുന്ന, ഓക്കെ, അതിൽ പ്രസിദ്ധി ആർജിച്ച ആളുകളെയാണ് നമ്മൾ പോളിമിസിസ്റ്റ് എന്ന് പറയാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ള ആളുകൾ. ലൈക്വൈസ് ഹി വാസ് ഓൾസോ a civil servant under ഒലിവർ ക്രോംവെൽ. അപ്പൊ നമുക്കറിയാം, ഒലിവർ ക്രോംവെൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കോമൺവെൽത്ത് അല്ലെ, 1649 മുതൽ 1660 വരെ നിലവിലുണ്ടായിരുന്ന കോമൺവെൽത്ത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു സിവിൽ സെർവന്റ് ആയിട്ട് ജോൺ മിൽട്ടൺ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ ഹി വാസ് ദ ഫസ്റ്റ് ടു യൂസ് ബ്ലാങ്ക് വേഴ്സ് ഇൻ ഇംഗ്ലീഷ് എപ്പിക് പോയട്രി. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് എപ്പിക് പോയട്രിയിൽ ആദ്യമായിട്ട് ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്യുന്നത് ജോൺ മിൽട്ടൺ ആണ്. ഓക്കെ, 1667 പബ്ലിഷ് ചെയ്യപ്പെട്ട അല്ലെ പാരഡൈസ് ലോസ്റ്റ്. സോ ഇറ്റ് ഈസ് എൻ എപ്പിക് പോം ഇൻ ബ്ലാങ്ക് വേഴ്സ്, ഒറിജിനലി കംപ്രൈസ്ഡ് 10 books. ഓക്കെ, 10 books ആണ് ഒറിജിനലി അതിലുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് 7th, 10th ബുക്സ് സ്പ്ലിറ്റ് ചെയ്ത് ടോട്ടൽ 12 ബുക്സ് ആക്കി മാറ്റുകയായിരുന്നു പിന്നീട്. ഓക്കെ, 1674. ഓക്കെ, പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, then he is known for elevated style, classical references and deep religious themes. Okay, അപ്പം അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എലവേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽ ആയിരുന്നു. ക്ലാസിക്കൽ റെഫറൻസസ് അതുപോലെ തന്നെ ഡീപ്പ് റിലീജിയസ് തീംസ് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹി വാസ് എ ട്രാവലർ. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നെങ്കിൽ കൂടി അദ്ദേഹം ഫ്രാൻസ്, ഇറ്റലി മുതലായ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഹി വാസ് പ്രൊഫിഷ്യന്റ് ഇൻ ഹെബ്രിയു, ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. ഓക്കെ, അപ്പൊ ഈ ലാംഗ്വേജസിലൊക്കെ ആൾക്ക് പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്നു, ഹെബ്രിയു, ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. ഓക്കെ, ആൻഡ് ഹി ഡൈഡ് ഓൺ 8th November 1674. ഓക്കെ, 1674 അദ്ദേഹം മരണമടയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം മിൽട്ടനെ കുറിച്ച് പറയാനായിട്ടുള്ളത്, ഒരു കോമൺ പ്ലേസ് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് മിൽട്ടന്റേതായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിലാണ് അദ്ദേഹം തന്റെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഉണ്ടായിരുന്ന റീഡിങ്ങിലൂടെ അദ്ദേഹം നേടിയ നോളജ് എല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോ നിലവിൽ ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ് ഉള്ളത്. ഓക്കെ, നൗ ഹി വാസ് എ പ്യൂരിറ്റൻ റെവല്യൂഷണറി പീരിയഡ് റൈറ്റർ. ഹി ഒപ്പോസ്ഡ് കത്തോലിസിസം ആൻഡ് റിച്വൽസ് ഓഫ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം കത്തോലിസിസത്തിന് എതിരായിരുന്നു, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ചർച്ചിൽ ഫോളോ ചെയ്തു പോന്നിരുന്ന റിച്വൽസിനും എതിരായിരുന്നു. ഓക്കെ, അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു കാര്യമാണ് 1652 അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഐസൈറ്റ് നഷ്ടമാകുന്നുണ്ട്. ഹി ലോസ്റ്റ് ഐസൈറ്റ് കംപ്ലീറ്റ്ലി ബൈ 1652. ഓക്കെ, പക്ഷെ അതിനുശേഷവും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ എഴുത്ത് തുടരുന്നുണ്ട്. പിന്നീടാണ്, അതായത് നമുക്കറിയാം 1652 അദ്ദേഹത്തിന് ഐസൈറ്റ് നഷ്ടമാകുന്നു. പിന്നീട് ഈ പാരഡൈസ് ലോസ്റ്റ്, അത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ്, വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ അദ്ദേഹത്തിന് ഫെയിം നേടിക്കൊടുത്ത വർക്ക്സ് ഒക്കെ വരുന്നത് അദ്ദേഹം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയതിനു ശേഷമാണ്. ഓക്കെ, സോ ഹി കണ്ടിന്യൂ ടു റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമാനുവൻസസ്. അമാനുവൻസസ് എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിക്റ്റേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഡിക്റ്റേഷൻ പറഞ്ഞു കൊടുത്ത് മറ്റാളുകളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലാണ് അദ്ദേഹം പിന്നീട് തന്റെ വർക്ക്സ് എഴുതിയത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Then he believed his blindness was a test from God. Okay, അപ്പൊ തന്റെ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഗോഡ്
ഓക്കെ, തനിക്കായി നടത്തുന്ന ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റ് ആണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ഓക്കെ, അതുപോലെ he wrote on his blindness possibly around 1655 after going completely blind. ഓക്കെ, അപ്പം ഈ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയതിനു ശേഷമാണ് അദ്ദേഹം എന്ത് എഴുതുന്നത്, ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ഈ ഒരു വർക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വർക്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് they also serve who only stand and wait എന്നുള്ളതാണ്. ഓക്കെ, ആക്ച്വലി ഈ ഫിലോസഫി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ക്ലോസ് ടു ഇന്ത്യൻ ഫിലോസഫി എനൻഷിയേറ്റഡ് ഇൻ ഭഗവത്ഗീത. ഓക്കെ, ഇവിടെ സുപ്രീമസി ഓഫ് ഗോഡും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡും ആണ് ബേസിക് തീംസ് ആയിട്ട് നമുക്ക് ഈ ഒരു പോമില് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. എപ്പിക് പോയട്രി വരുന്നുണ്ട്, പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും എപ്പിക് പോയട്രീസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് എപ്പിക്സുകളിൽ ഒന്നാണ് ഇത് ഈ പറയുന്ന പാരഡൈസ് ലോസ്റ്റ്. അതുപോലെ തന്നെ 1671 വരുന്ന പാരഡൈസ് റീഗെയിൻഡ്. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിന്റെ ഡ്രമാറ്റിക് പോയട്രി എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന വർക്ക്സ് ആണ് സാംസൺ, അഗ്നോസ്റ്റിസം, അതുപോലെ കോമസും. ഓക്കെ, ഈ കോമസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ മാസ്ക്. ഓക്കെ, ഒരു മാസ്ക് ആണ് കോമസ് എന്ന് പറയുന്നത്. അതുപോലെ സാംസൺ അഗ്നോസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ട്രാജഡി ആണ്. ഓക്കെ, it is also considered the greatest English drama based on the Greek model. അതൊരു ക്ലോസറ്റ് ട്രാജഡിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, സാംസൺ അഗ്നോസ്റ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോസ് വർക്ക് ഉണ്ട്. ഇറ്റ്സ് നെയിം ഈസ് അരിയോപാഗറ്റിക്ക. ഓക്കെ, അരിയോപാഗറ്റിക്ക എന്ന് പറയുന്ന 1644 ഒരു പെർട്ടിക്കുലർ വർക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ പ്രസ് ഫ്രീഡം. ഓക്കെ, അപ്പൊ പ്രസ് ഫ്രീഡത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, ഓക്കെ, ഫോർ ദ ഫ്രീഡം ഓഫ് ദ പ്രസ് ആൻഡ് പെർമിഷൻ ഫോർ ഡിവോഴ്സ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് മ്യൂച്വൽ ഇൻകംപേറ്റബിലിറ്റി. ഓക്കെ, അതാണ് നമുക്ക് ഈ പറയുന്ന എരിയോപെജറ്റിക്ക എന്ന് പറയുന്ന വർക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് അതിന്റെ മെയിൻ തീം. അതുപോലെ അദ്ദേഹം ഒരു പാസ്ട്രൽ എലിജിയും എഴുതിയിട്ടുണ്ട് ഓൺ ദ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലിസിഡാസ് എഴുതുന്നത്. ഓക്കെ, ലിസിഡാസ് എന്ന് പറയുന്നത് 1638 അദ്ദേഹം എഴുതുന്ന ഒരു പാസ്ട്രൽ എലിജിയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ഓൺ ദ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്. അദ്ദേഹം ഈ എഡ്വേർഡ് കിങ് എന്ന് പറയുന്ന ആള് മിൽട്ടന്റെ കണ്ടംപററി ആയിരുന്നു. ഓക്കെ, അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോണറ്റ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇനി ഒന്ന് നോക്കാം. ഓക്കെ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ഓൺ ദ ലേറ്റ് മസാക്കർ ഇൻ പീറ്റ്മോണ്ട്, methought I saw my late espoused saint, to the Lord General Cromwell, on his deceased wife, on Shakespeare and on the university career. ഇതില് നമ്മൾ നോക്കി വെക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഒന്ന് ഒബ്വിയസ്ലി ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണ്, രണ്ടാമത്തേത് ഓൺ ഷേക്സ്പിയർ ആണ്. ഓക്കെ, അപ്പൊ ഓൺ ഷേക്സ്പിയർ എന്ന് പറയുന്നത് മിൽട്ടന്റെ ആദ്യത്തെ പബ്ലിഷ്ഡ് പോം ആണ്. ഓക്കെ, അപ്പം ആ രണ്ടെണ്ണം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോണറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മിൽട്ടോണിക് സോണറ്റ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോണറ്റ് ഉണ്ട്. ഇറ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ജോൺ മിൽട്ടൺ. ഓക്കെ, അപ്പം ഈ മിൽട്ടോണിക് സോണറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിമിലർ ടു ബോത്ത് പെട്രാർക്കൻ ആൻഡ് ഷേക്സ്പീരിയൻ സോണറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സോണറ്റ് 19. നമുക്കിപ്പം പഠിക്കാനായിട്ടുള്ള ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക്. ഓക്കെ, അപ്പൊ ഇത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സോണറ്റ് 19. സോണറ്റ് 19 എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംടൈംസ് റെഫർ ടു അസ് when I consider how my light is spent. ഓക്കെ, അതാണ് ഈ ഒരു സോണറ്റിന്റെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്. when I consider how my light is spent. ഓക്കെ, അപ്പൊ ഈ ഒരു പേരിലും ഈ ഒരു സോണറ്റ് അറിയപ്പെടുന്നുണ്ട്. സോണറ്റ് 19 എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, then it is believed to be written around 1655 after Milton lost his eyesight completely. നമ്മൾ പറഞ്ഞ പോലെ 1655 ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെടുന്നത്. ആ സമയത്ത് മിൽട്ടന് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഐസൈറ്റ് നഷ്ടമായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ പെടുത്താം എന്ന് ചോദിച്ചാൽ ഒരു പെട്രാർക്കൻ സോണറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ മിൽട്ടോണിക് സോണറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. പെട്രാർക്കൻ എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ സോണറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതില് 14 ലൈൻസ് ആണ് ഉള്ളത്. അതായത് ഒക്ടേവും ഉണ്ട്, സെസ്റ്ററ്റോ ഉണ്ട്. അങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ 14 ലൈൻസ് ഉള്ള ഒരു സോണറ്റ് ആണ്. അതിന്റെ റൈം സ്കീം എന്താണ്? എ ബി ബി എ, എ ബി ബി എ, സി ഡി ഇ, സി ഡി ഇ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന റൈം സ്കീം എ ബി ബി എ, എ ബി ബി എ, സി ഡി ഇ, സി ഡി ഇ. ഇതിൽ എ ബി ബി എ, എ ബി ബി എ എന്ന് പറയുന്നതാണ് ഒക്ടേവ് ആയിട്ട് വരുന്ന ആദ്യത്തെ 8 ലൈനുകൾ. അതുപോലെ തന്നെ സെസ്റ്ററ്റിൽ വരുന്ന ബാക്കി 6 ലൈൻസിന്റെ റൈം സ്കീം ആണ് സി ഡി ഇ, സി ഡി ഇ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതില് വോൾട്ട കാണാനായിട്ട് സാധിക്കുന്നത്. വോൾട്ട എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു ഷിഫ്റ്റ് ഇൻ തോട്ട് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു സോണറ്റിൽ നമുക്ക് വോൾട്ട കാണാനായിട്ട് സാധിക്കുന്നത് 9th ലൈനിലാണ് വിത്ത് പേഷ്യൻസ് ഇന്റർവെൻഷൻ. ഓക്കെ, അപ്പൊ 9th ലൈനിൽ നമുക്ക് എന്താ കാണാനായിട്ട് പറ്റുന്നത്? പേഷ്യൻസിന്റെ ഇന്റർവെൻഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 9th ലൈൻ ഇങ്ങനെയാണ്. But patience to prevent that murmur soon replies, God doth not need either man's work or his own gifts. Okay, അപ്പൊ ആ ഒരു ലൈക്ക് പേഷ്യൻസ് ഇന്റർവീൻ ചെയ്യുന്ന ആ ഒരു 9th ലൈൻ അവിടെ നമുക്ക് വോൾട്ട കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡ്രമാറ്റിക് മോണോലോഗ് ടു. ഓക്കെ, അപ്പം ഡ്രമാറ്റിക് മോണോലോഗിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെച്ചാൽ നമുക്കിത് പറയാനായിട്ട് പറ്റും. ഓക്കെ, ലൈക്ക്വൈസ് ഇത് ലൈക്ക് ഇതിൽ നമുക്ക് ഇയാംബിക് പെന്റാമീറ്റർ ആണ് ലൈക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കാണാവുന്ന ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. വി കൻ സി പെർസോണിഫിക്കേഷൻ. ഓക്കെ, ഇതില് ഈ പറഞ്ഞ പോലെ 9th ലൈനിൽ നമുക്ക് പേഷ്യൻസ് ഒരു ലൈക്ക് സ്പീക്കിംഗ് ക്യാരക്ടർ ആയിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പെർസോണിഫിക്കേഷൻ. അതുപോലെ തന്നെ ലൈറ്റ് ഡിനൈഡ്, അതുപോലെ ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ് എന്നുള്ള യൂസേജസിലൊക്കെ നമുക്ക് കാണാവുന്നത് മെറ്റഫറിന്റെ യൂസേജ് ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു അല്യൂഷൻ ഉണ്ട്, പാരബിൾ ഓഫ് ദ ടാലൻസ്. ഓക്കെ, മാത്യു 25 പാരബിൾ ഓഫ് ദ ടാലൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലൈക്ക് ബിബ്ലിക്കൽ അല്യൂഷൻ ഈ ഒരു പെർട്ടിക്കുലർ ഫോമിൽ വരുന്നുണ്ട്. പാരബിൾ ഓഫ് ദ ടാലൻസ്, അത് നമ്മൾ ഓർത്ത് വെക്കണം. പാരബിൾ ഓഫ് ദ ടാലൻസ്. ഓക്കെ, ലൈക്ക്വൈസ് പാരഡോക്സും നമുക്ക് ഇതിൽ കാണാം. ദേ ഓൾസോ സെർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് ലൈനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന എന്താണ്? അവിടെ പാരഡോക്സ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ ഒരു റെട്രിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഫോമിൽ കാണാം. ഡത്ത് ഗോഡ് എക്സാക്ട് ഡേ ലേബർ എന്നുള്ള ഒരു ചോദ്യം, അതൊരു റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ലിറ്റററി ഡിവൈസസ് ആണ് നമുക്ക് ഈ ഒരു ലൈക്ക് സോണറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നൗ നമുക്ക് ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ റിമാർക്സ് നോക്കാം. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം വില്യം ബ്ലേക്ക് മിൽട്ടനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ്. എന്തായിരുന്നു അത്? മിൽട്ടൺ വാസ് ഓഫ് ദ ഡെവിൾസ് പാർട്ടി വിതൗട്ട് നോയിങ് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ സോണറ്റ്. ഓക്കെ, അപ്പം വില്യം ബ്ലേക്ക് ലൈക്ക് മിൽട്ടനെ കുറിച്ച് പറഞ്ഞ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റിമാർക്കാണ്. മിൽട്ടൺ വാസ് ഓഫ് ദ ഡെവിൾസ് പാർട്ടി വിതൗട്ട് നോയിങ് ഇറ്റ്. ഓക്കെ, ദിസ് റിമാർക്ക് ആക്ച്വലി വി കൻ റിലേറ്റ് ഇറ്റ് ടു പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻഡ്. ഓക്കെ, പിന്നെയോ സാമുവൽ ജോൺസൺ പറയുന്ന കാര്യം ഇതാണ്. മിൽട്ടൺ ട്രാൻസ്ഫോംസ് പേഴ്സണൽ കംപ്ലൈന്റ് ഇൻ ടു യൂണിവേഴ്സൽ മെഡിറ്റേഷൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. അപ്പം എന്താണ് സാമുവൽ ജോൺസൺ പറയുന്നത്? മിൽട്ടൺ ട്രാൻസ്ഫോംസ് പേഴ്സണൽ കംപ്ലൈന്റ് ഇൻ ടു യൂണിവേഴ്സൽ മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ യൂണിവേഴ്സൽ മെഡിറ്റേഷൻ എന്ന് കാണുന്ന സമയത്തും പേഴ്സണൽ കംപ്ലൈന്റ് എന്ന് കാണുന്ന സമയത്തും നമുക്ക് സാമുവൽ ജോൺസനെ ആണ് ഓർമ്മ വരേണ്ടത്. അതേപോലെ CS ലൂയിസ് പറയുന്ന ഒരു കാര്യമുണ്ട്. മിൽട്ടൺസ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് is the picture of human condition in its humility and submission. Okay, അപ്പൊ മിൽട്ടന്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ദ പിക്ചർ ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ ഇൻ ഇറ്റ്സ് ഹ്യൂമിലിറ്റി ആൻഡ് സബ്മിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ലൈക്ക്വൈസ് ജോൺ കാരി. ഓക്കെ, ജോൺ കാരി എന്താ പറയുന്നത്? മിൽട്ടൺസ് ഈഗോയിസം ട്രാൻസ്ഫോംസ് ഈവൻ ബ്ലൈൻഡ്നെസ് ഇൻ ടു എ ഫോം ഓഫ് സുപ്പീരിയോറിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, മിൽട്ടന്റെ ഈഗോയിസം എന്താ ചെയ്യുന്നത്? ബ്ലൈൻഡ്നെസ്സിനെ പോലും ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്തായിട്ട്? ഇൻ ടു എ ഫോം ഓഫ് സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നു ജോൺ കാരി. ആൻഡ് വാട്ട് അബൌട്ട് വാട്ടർലേ? വാട്ടർലേ സേസ് this sonnet is autobiography raised to the level of universal truth. Okay, autobiography raised to the level of universal truth എന്ന് പറയുന്നത് ആരാണ്? വാൾട്ടർ റെലെ. ഓക്കെ, അപ്പൊ ഇത്തരം ക്രിട്ടിക്കൽ റിമാർക്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ റിമാർക്സ് എല്ലാം തന്നെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നമുക്ക് എക്സാമിനേഷന് സ്കോർ ചെയ്യുന്നതിൽ
നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇഫ് യു ഹാവിംഗ് എനി ഡൗട്ട്സ് യു കൻ ആസ്ക് മീ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ്. ഓക്കെ, ഈ ഒരു HSA ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ് us help each other and learn together. Okay, happy learning.